മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ ഉള്ള യക്ഷപ്രശ്ന എന്ന കഥയുടെ ഒരു വളരെ ചുരുങ്ങിയ വിശകലനമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു പുരാതന ഇന്ത്യൻ ഇതിഹാസമായ മഹാഭാരതത്തിന് 1,00,000-ലധികം ശ്ലോകങ്ങളുണ്ട്. ഇത് ഇലിയഡും ഒഡീസിയും ചേർന്നതിൻ്റെ 10 ഇരട്ടി ദൈർഘ്യമുള്ളതാണ്. മഹാഭാരതത്തിൻ്റെ കാലഗണന വ്യത്യസ്തമാണ്. യുദ്ധം BC 3102 1198 ഇടയിൽ നടന്നതായി വിശ്വസിക്കപ്പെടുന്നു. അതേസമയം ഗ്രന്ഥത്തിൻ്റെ സമാഹാരം BC 400 AD 400 ഇടയിൽ നടന്നതായി കണക്കാക്കുന്നു. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച് മഹാഭാരതം വിശദമായി പ്രതിപാദിക്കുന്നുവെന്ന് നമുക്കറിയാം. അതിനുപരിയായി മഹാഭാരതം തത്വചിന്തയ്ക്കും ഭക്തിക്കും പ്രാധാന്യം നൽകുന്നു. വനവാസകാലത്ത് പാണ്ഡവർക്ക് കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വന്നു. ഇത് സഹദേവൻ, നകുലൻ, അർജുനൻ, ഭീമൻ എന്നിവരെ വെള്ളം തേടാൻ പ്രേരിപ്പിച്ചു. വനത്തിൽ അവർ മനോഹരമായ ഒരു തടാകം കണ്ടെത്തി. തടാകത്തിൽ ഒരു കൊക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ വെള്ളം കുടിച്ചാൽ അത് വിഷമായി മാറുമെന്ന് സഹോദരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പ് അവഗണിച്ച് കുടിച്ച ശേഷം അവർ ബോധരഹിതരായി വീണു. ഒടുവിൽ യുധിഷ്ഠിരൻ തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് തടാകക്കരയിലെത്തി. അദ്ദേഹം ഒരു ദിവ്യ ശബ്ദം കേട്ടു. ഇത് എൻ്റെ തടാകമാണെന്നും എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് മുമ്പ് വെള്ളം കുടിക്കരുതെന്നും ഉള്ള മുന്നറിയിപ്പായിരുന്നു അദ്ദേഹം കേട്ടത്. തൻ്റെ സഹോദരന്മാരിൽ നിന്ന് വ്യത്യസ്തമായി യുധിഷ്ഠിരൻ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് സമ്മതിച്ചു. യുധിഷ്ഠിരൻ കൊക്കിനെ വെറും ഒരു ജീവി എന്നതിലുപരി തിരിച്ചറിഞ്ഞു. അത് തൻ്റെ സഹോദരന്മാരെ ഉപദ്രവിക്കാൻ കഴിവുള്ള ഒരു യക്ഷനായിരുന്നു. കൊക്ക് യുധിഷ്ഠിരനോട് അനവധി ചോദ്യങ്ങൾ ചോദിച്ചു. ധർമ്മത്തെ കേന്ദ്രീകരിച്ചായിരുന്നു മിക്കവാറും ചോദ്യങ്ങൾ. തൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ സഹോദരരിൽ ഒരാളെ ജീവിപ്പിക്കാം എന്നും കൊക്ക് പറഞ്ഞു. അവസാനത്തെ ചോദ്യവും അതിന് യുധിഷ്ഠിരൻ കൊടുത്ത മറുപടിയും നമുക്ക് നോക്കാം. എന്താണ് ഏറ്റവും ആശ്ചര്യകരമായത്? അതായിരുന്നു കൊക്കിൻ്റെ ചോദ്യം. പാണ്ഡവരിൽ മൂത്തവനും ധർമ്മപുത്രൻ എന്നറിയപ്പെടുന്നവനുമായ യുധിഷ്ഠിരൻ നൽകിയ ഉത്തരവും കൂടി കേൾക്കുക. അഹന്യഹനി ഭൂതാനി പ്രവിശന്തി യമാലയം ശേഷാസ്ഥിരത്വമിച്ഛന്തി കിമാശ്ചര്യമിതഃ പരം. ലോകമെമ്പാടുമുള്ള എണ്ണമറ്റ ജീവജാലങ്ങൾ എല്ലാ ദിവസവും മരണഭീഷണി നേരിടുന്നു. ഈ കാഴ്ച എത്രയെത്ര കണ്ടിട്ടും മരണത്തിൻ്റെ സാർവജനീനയെപ്പറ്റി ബോധമില്ലാതെ ബാക്കിയുള്ളവരാകട്ടെ ശാശ്വത ജീവിതം കൊതിക്കുകയും ചെയ്യുന്നു. ധർമ്മത്തെയും നീതിനിഷ്ഠയെയും കുറിച്ചുള്ള യുധിഷ്ഠിരൻ്റെ ആഴത്തിലുള്ള ധാരണയിൽ ആകൃഷ്ടനായ യക്ഷൻ സ്വയം ഭഗവാൻ ധർമ്മനായി വെളിപ്പെടുത്തുകയും ചെയ്തു. യുധിഷ്ഠിരന് ഒരു സഹോദരനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വരം അദ്ദേഹം നൽകി. എൻ്റെ അച്ഛൻ കുന്തിയെയും മാദ്രിയെയും വിവാഹം കഴിച്ചിരുന്നു. അവർക്കിടയിൽ ഒരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല. ഞാൻ കുന്തിയുടെ മകനായതിനാൽ മാദ്രിയുടെ മക്കളിൽ ഒരാളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 2 പിതൃപരമ്പരകൾക്കും ഒരു മകൻ ജനിക്കുമെന്ന് ഉറപ്പാക്കാൻ യുധിഷ്ഠിരൻ നകുലനെ തന്നെ തിരഞ്ഞെടുത്തു. ഈ നിഷ്പക്ഷതയിൽ ആകൃഷ്ടനായ ധർമ്മഭഗവാൻ
എല്ലാ സഹോദരന്മാരെയും പുനർജീവിപ്പിക്കുകയും അവരുടെ അജ്ഞാതവാസത്തിന് സംരക്ഷണം നൽകുകയും ചെയ്തു. മഹാഭാരതത്തിലെ യക്ഷപ്രശ്നമെന്നറിയപ്പെടുന്ന ഈ കഥ ജ്ഞാനം, നീതി, ധാർമ്മിക നേതൃത്വം, ധർമ്മപാലനം എന്നിവയെക്കുറിച്ചുള്ള കാലാതീതമായ പാഠം നമുക്ക് നൽകുന്നു. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.